വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകം ഇന്നും ഗൗരവപൂർവമാണ് ആ പ്രശ്നം കൈകാര്യം ചെയ്ത് വരുന്നത്. ഈ ഭീകരാക്രമണത്തെ CPIM ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം ഈ സന്ദർഭത്തിൽ കൂടി രേഖപ്പെടുത്തുകയാണ്. ഈ അക്രമത്തിന് ഉത്തരവാദികളായ ഭീകരവാദികളെ ആകെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ എല്ലാ അർത്ഥത്തിലും അവർക്ക് ശിക്ഷ നൽകാനും സാധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് CPIM ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്തവർ രാജ്യത്തിൻ്റെയും പ്രത്യേകിച്ച് കാശ്മീരിലെ ജനങ്ങളുടെയും ശത്രുക്കളാണ്. കാശ്മീരി ജനതയുടെ ജീവിതത്തിൻ്റെ അടിത്തറയിലൊന്നാണ് വിനോദ സഞ്ചാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. കാശ്മീരി ജനതയോടുള്ള തികഞ്ഞ വെല്ലുവിളിയാണ് ഇതിൻ്റെ ഭാഗമായി കാണാനാകുക. ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ജനങ്ങളുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് എതിരാണെന്ന് വ്യക്തമാകുന്ന സംഭവങ്ങൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കാശ്മീരിൽ ഇതുപോലെ ഒരവസ്ഥയുണ്ടായതിന് ഇടയാക്കിയത് സംബന്ധിച്ച് സർവകക്ഷി യോഗത്തിലായാലും കേരളത്തിൻ്റെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രസമ്മേളനത്തിലായാലും മേജർ രവിയുടെ സ്റ്റേറ്റ്മെൻറ്റിലായാലും സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ടൂറിസ്റ്റുകൾക്ക് ഈ പ്രദേശം തുറന്നു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന സർവകക്ഷി യോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിശദീകരണം ഉൾപ്പെടെ പിന്നീട് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യും. കാശ്മീരിൽ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ ഇടപെടലുകൾ ഏതെല്ലാം ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ ആ ഘട്ടത്തിലെല്ലാം പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ വർഗീയ സംഘർഷം ശക്തിപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അന്ന് നൂറുകണക്കിന് ആളുകളാണ് കൊലയ്യപ്പെട്ടത്. ആ ഘട്ടത്തിലെല്ലാം കാശ്മീർ സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായി കാണാൻ സാധിച്ചിരുന്നു. അന്നും നവകാലിയിൽ ഉണ്ടായ കലാപ ശ്രമങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട മഹാത്മാഗാന്ധി കാശ്മീരിനെ വിശേഷിപ്പിച്ചത് സൗഗന്ധിക പൂക്കൾ വിടരുന്ന കാശ്മീർ എന്നായി. മതസൗഹാർദ്ദത്തിലും സമാധാനത്തിലും
അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങിയ ഒരു ചരിത്രമാണ് കാശ്മീരി ജനതക്ക് ഉണ്ടായിരുന്നത്. മനുഷ്യരെ ഒന്നായി കാണുന്ന സൂഫി പാരമ്പര്യം, അതുപോലെ തന്നെ ബൗദ്ധ സിദ്ധാന്തപരമായ നിലപാടുകൾ, അതായിരുന്നു പൊതുവായ കാശ്മീരിൻ്റെ ആശയതലം. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലുണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യയുടെ ഏതാണ്ട് അത്രത്തോളം ശതമാനത്തോളം കാശ്മീരിലെ മുസ്ലിം ജനസംഖ്യയുണ്ട്. എന്നാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനിൽ ചേരില്ലെന്ന ശക്തമായ നിലപാടാണ് സെക്യുലർ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ച് കാശ്മീരി ജനത ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നു. മതനിരപേക്ഷ സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യ രാജ്യമാണ് തങ്ങളുടെ സ്വന്തം രാജ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാൻ കാശ്മീരി ജനത തീരുമാനിച്ചത്. അങ്ങനെ ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ ഓരോ പ്രദേശത്തെ ജനത അവിടുത്തെ സവിശേഷതകൾ കൃത്യമായി കണക്കിലെടുത്ത് ആ സവിശേഷതകളെ ആധാരമാക്കി നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ് അന്ന് സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 370-ാം വകുപ്പിൻ്റെ സംരക്ഷണം കാശ്മീർ ജനതക്ക് ഇന്ത്യ നൽകിയത്. ഇടതുപക്ഷ സർക്കാരുകൾ ഭരിച്ച സംസ്ഥാനങ്ങളെപ്പോലെ ഭൂപരിഷ്കരണ നിലപാടുകൾ നടപ്പിലാക്കാൻ സാധിച്ച ഒരു സംസ്ഥാനമാണ് കാശ്മീർ. അവിടെയുള്ള ജനാധിപത്യ സർക്കാരിന് ആ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മതനിരപേക്ഷതയും ഭൂപരിഷ്കരണവും മുന്നോട്ടേക്ക് വെച്ച ഒരു ഭരണ സംവിധാനമായിരുന്നു കാശ്മീരിൽ വികസിച്ച് വന്നിരുന്നത്. എന്നാൽ കാശ്മീരി ജനതയുടെ ഈ സവിശേഷതയെ അംഗീകരിക്കാതെ കേന്ദ്രത്തിലെ സർക്കാരുകൾ നടത്തിയ ഇടപെടലുകളാണ് കാശ്മീരിനെ അസ്വസ്ഥമാക്കിയത് എന്ന കാര്യം കാശ്മീരിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്തു മാറ്റുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അത് കൂടുതൽ അസ്വസ്ഥത പകർത്താനിടയാവും എന്ന് അത്തരം നടപടികൾക്കെതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ CPIM പറഞ്ഞിരുന്നു. പാർലമെൻറ്റിനകത്തും പുറത്തും ശക്തമായ നിലപാട് CPIM ഇതിൻ്റെ ഭാഗമായിട്ട് എടുത്തു. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനം നടത്തിയ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ദി റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് അഥവാ TRF എന്നാണ് വാർത്തകളിൽ കാണുന്നത്. ഈ ഭീകരവാദ നിലപാടിനെ അതിശക്തിയായിട്ട് ഈ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സംഘടന രൂപീകരിക്കുന്നതിനിടയായ സാഹചര്യം കേന്ദ്ര സർക്കാർ 2019 കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കിക്കൊണ്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയുടെ പശ്ചാത്തലത്തിലാണ് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാകുക. കാശ്മീരിൻ്റെ പ്രത്യേക പദവി വീണ്ടെടുക്കുക എന്നതാണ് സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് അവർ മുന്നോട്ട് വെച്ചു. അതിനവർ സാധാരണ മനുഷ്യർക്ക് നേരെയുള്ള ഭീകരമായ കടന്നാക്രമണത്തിലൂടെയാണ് പ്രതികരിച്ചത്. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ന്യായീകരിക്കാൻ പറ്റാത്ത ഈ സംഭവത്തിനുള്ള കൃത്യമായ മറുപടി
രാഷ്ട്രീയമായും ഭരണപരമായും നിർവഹിക്കുക തന്നെ വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂടുതൽ മതനിരപേക്ഷ സമീപനം സ്വീകരിച്ചുകൊണ്ടും കാശ്മീരികളുടെ സംയോജനം രണ്ട് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തത്. സ്വയംഭരണാവകാശത്തെ അംഗീകരിച്ചുകൊണ്ടും മാത്രമേ കാശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം ഗൗരവപൂർവം വിരൽ ചൂണ്ടേണ്ടതായിട്ടുണ്ട്. തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന കാശ്മീർ ജനതയുടെ ചിന്തകളാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് മണ്ണൊരുക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് ഈ ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാം. കാശ്മീരിൽ കേന്ദ്രഭരണം വന്ന ശേഷം സമാധാനവും പുരോഗതിയുമാണ് ഉണ്ടായതെന്ന് കേന്ദ്ര സർക്കാർ അവകാശവാദം ഉന്നയിക്കുകയാണ്. എന്നാൽ എന്താണ് ഉണ്ടായത് എന്ന് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാം. സമാധാനപരമായൊരു അന്തരീക്ഷം ഉണ്ടായില്ല. ആരോഗ്യ വിദ്യാഭ്യാസ മേഖല തകർന്നു. തൊഴിലില്ലായ്മ അതിരൂക്ഷമായിട്ട് വളർന്നു. അവിടെ 40,000 പോലീസുകാരുടെ പോസ്റ്റുകൾ ജോലി ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിച്ചവരുടെ എണ്ണം 5 ലക്ഷം പേരായിട്ട് ഉയർന്നു. കാശ്മീരി ജനതയുടെ ജീവിതത്തെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് എത്തിച്ച അവരുടെ ജനാധിപത്യം അനുവദിക്കാൻ പോലും തയ്യാറില്ലാത്ത ഒരവസ്ഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവസാനം സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വിവിധ തീവ്രവാദി ഗ്രൂപ്പുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കും BJPയുടെ പിന്തുണ ഉണ്ടായിരുന്നു. വളരെ വിചിത്രമായ സംഭവമായിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കണ്ടത്. CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സഖാവ് തരിഗാമി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് BJPയുടെ പൂർണ്ണമായ പിന്തുണയായിരുന്നു. എന്നാൽ എല്ലാ വർഗീയതയെയും ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് കാശ്മീർ തീവ്രവാദികളുടെ കടന്നാക്രമത്തിൽ നിന്നും പലപ്പോഴും തലമാരുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട തരിഗാമി അവിടെ വിജയിച്ചു വരികയാണ് ചെയ്തത്. തീവ്രവാദത്തിനെതിരെ രോഷം കൊള്ളുന്ന സംഘപരിവാർ അവരായിരുന്നു ഇസ്ലാമിക ഭീകരതയെ തന്നെ വിളിക്കപ്പെടുന്ന ഇത്തരം ശക്തികൾക്കൊപ്പം നിന്ന് അവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൈകാര്യം ചെയ്തു. എല്ലാ ഭീകരതയും മനുഷ്യ സമൂഹത്തിനും ജനകീയ താല്പര്യങ്ങൾക്കുമെതിരാണ് എന്നും വരുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങളാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിലുണ്ടായത്. 2006 സെപ്റ്റംബർ 8-നാണ് മഹാരാഷ്ട്രയിലെ മാലേഗാവിലും, 2007 ഫെബ്രുവരി 18-ന് സംജോത് എക്സ്പ്രസ്സിലും, അതേ വർഷം തന്നെ മെയ് 18-ന് ഹൈദരാബാദിലെ മക്ക മസ്ജിദിലും ഉണ്ടായ സ്ഫോടനങ്ങളിൽ ഹിന്ദുത്വ ഭീകരവാദ ഗ്രൂപ്പുകളാണ് നടപടികൾ സ്വീകരിച്ചത്. ഈ കേസുകളിൽ പ്രതിയായിരുന്ന പ്രഗ്യാ സിംഗ് ഠാക്കൂർ ജയിലിലും പുറകെയുമായി നിന്നും ഭോപ്പാലിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിലെത്തിയെന്ന കാര്യവും കാണുന്നത്. ഈ കേസുകളിൽ പ്രതിയായിരുന്നവരാണ് പിന്നീട് വലിയ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് വിട്ടയക്കപ്പെടുകയോ ശിക്ഷ ഇളവ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളത് എന്ന കാര്യവും അവർ RSUമായി സംഘപരിവാർ വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധവും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തതും ഇന്ത്യയുടെ എല്ലാ വിഭാഗങ്ങളും
ഒന്നായി ചേർന്ന് അപലപിച്ച സംഭവങ്ങളിൽ പോലും വർഗീയ ധ്രുവീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനാണ് ഇവിടെ ഭൂരിപക്ഷ വർഗീയത ഉൾപ്പെടെ ശ്രമിച്ചത്. ആക്രമണ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങളെ സഹായിക്കുന്നതിന് മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടായി എന്ന് മലയാളിയായ രാമചന്ദ്രൻ്റെ തന്നെ മകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം എന്ന് നമ്മൾ കാണേണ്ടതാണ്. ഇത് മലയാളത്തിൽ കേരളത്തിലാണ് വരുന്നത്. എല്ലാ ഭീകരവാദികളും, അത് ന്യൂനപക്ഷ ഭീകരവാദമായാലും ഭൂരിപക്ഷ ഭീകരവാദമായാലും മതത്തെ ഒരു മറയായിട്ട് ഉപയോഗിക്കുകയാണ്. മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി അതിനെ വ്യാപിപ്പിക്കാനാണ് ശ്രമം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ആരതി പറഞ്ഞ കാര്യം രാമേന്ദ്രൻ്റെ ദാരുണമായ അന്ത്യ കൊലപാതകം കണ്ട മകൾ ആരതി തൻ്റെ കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് വാവിട്ട് കരഞ്ഞ് ഗത്യന്തരമില്ലാതെ കാട്ടിലേക്ക് കയറിയ സന്ദർഭത്തിൽ മുസ്തഫ, സമീർ എന്ന 2 ഡ്രൈവർമാരാണ് രക്ഷക്കെത്തിയതെന്നും അവരാണ് അച്ഛൻ്റെ ജഡം തിരിച്ചറിയാൻ രാവിലെ 3 മണിക്ക് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയതെന്നും താമസിക്കാൻ ഇടമൊരുക്കിയതെന്നും അച്ഛൻ്റെ മരണത്തിന് ശേഷം എനിക്ക് കാശ്മീരിൽ 2 സഹോദരങ്ങളെ ലഭിച്ചുവെന്നും അള്ളാഹു അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. ഈ പറഞ്ഞതിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കടന്നാക്രമണമാണ് ന്യൂ മീഡിയയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുൾപ്പെടെ പ്രചരിപ്പിക്കുന്നു. ഈ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ മലീമസമാക്കാൻ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള അച്ഛൻ നഷ്ടപ്പെട്ട മകളുടെ ആ വൈകാരികമായ അവസ്ഥയെ വർഗീയമായിട്ട് അപലപിക്കാൻ കേരളത്തിൽ പോലും വലിയൊരു വിഭാഗം ആളുകൾ തയ്യാറാവുന്നു എന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അപമാനകരമായ സംഭവം തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോഴും ഇവിടെ വന്നതും വരാത്തതുമായ ഒരുപാട് വാർത്തകളുണ്ട്. ഏറ്റവും അവസാനം വന്ന ഒരു വാർത്ത ഛത്തീസ്ഗഡിലെ BJPയുടെ നേതാവ് അരവിന്ദ് അഗർവാൾ ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേറിട്ടുപോയി. പിന്നീട് ഭാര്യയെയും മകളെയും ഒരു ബന്ധുവിനെയും രക്ഷിച്ചത് അവിടെ ഉണ്ടായിരുന്ന ആസാഘാട്ട് അഹമ്മദ് ഷാ എന്ന 28 വയസ്സുകാരനായിരുന്നു എന്നിപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അവർ രക്ഷിച്ചു. അതിനുശേഷമാണ് സ്വന്തം വീട്ടിലെന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ അവരെ പിന്നീട് ആശുപത്രിയിൽ പോയിട്ട് കാണുന്നത് എന്നാണ് വാർത്ത പറയുന്നത്. ഇയാളുടെ ബന്ധുവാണ് ഇപ്പോൾ ആദിൽ ഹുസൈൻ എന്ന കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാരൻ. അത് ഇതേപോലെ തന്നെ ടൂറിസ്റ്റുകളായിട്ട് വന്ന ആളുകളെ കടന്നാക്രമിക്കുന്ന ഭീകരവാദികൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ മുസ്ലിം ചെറുപ്പക്കാരൻ പ്രതിയടഞ്ഞത്. ഈ ആസാഘാട്ട് അഹമ്മദ് ഷായുടെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ്. ഞാൻ പറഞ്ഞു വന്നത്,
മനുഷ്യത്വപരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സൂഫി പാരമ്പര്യം ഉൾപ്പെടെയുള്ള ബുദ്ധിസ്റ്റ് രീതി, മതപരമായ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന അവിടെയുള്ള ജനത, കാശ്മീരി ജനത ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ഹിന്ദു തർക്കം എന്ന നിലയിൽ ഒരു സമവാക്യം ഉണ്ടാക്കാനുള്ള, അതുവഴി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം അപലപിക്കേണ്ടുന്ന ഒന്നാണ്. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അവിടെ കൂട്ടായിട്ടാണ് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. അതിൽ നിന്ന് വേറിട്ട് നിന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, അത് ജമാഅത്തെ ഇസ്ലാമിയാണ്, ബ്രദർഹുഡിൻ്റെ ഒരു വിഭാഗം. എന്ന് പറഞ്ഞാൽ RSS പിന്തുണക്കുന്ന, രാഷ്ട്രീയ ആവശ്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി യഥാർത്ഥത്തിൽ ഈ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നും ഇപ്പോഴും ഈ യോജിച്ച പ്രസ്ഥാനത്തിൽ ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും നല്ലപോലെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യം. അപ്പോൾ ഈ രീതിയിൽ ഭീകരവാദ ശക്തികൾക്കെതിരായി ഒറ്റ മനസ്സോടെ എല്ലാ ജാതി മതവിഭാഗങ്ങളെയും ഒത്തുചേർത്തുകൊണ്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. മതത്തിൻ്റെ പരിഗണനയിലല്ല, മനുഷ്യൻ്റെ ജാതിയും മതവുമല്ല ഭീകരവാദത്തിനെതിരായി ഒരു ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഉള്ളത്. അതാണ് കാശ്മീരിലെ ജനത ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും അവർ കൈകാര്യം ചെയ്തതുമായ ഒരേ മനസ്സോടുകൂടിയുള്ള പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൻ്റെ തന്നെ ഭാഗമായി കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും അതുപോലെ തന്നെ നമുക്ക് അറിയുന്നത് പോലെ ഒരു മഴവിൽ സഖ്യം ഇടതുപക്ഷ ഗവൺമെൻറ്റിനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുമെതിരായി ശക്തിയായിട്ട് നിലകൊള്ളുന്നു. ഈ ഭീകരവാദ പ്രസ്ഥാനത്തെ ഇപ്പോഴും ന്യായീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ UDFും BJPയും ഇടതുപക്ഷത്തിനെതിരായ കടന്നാക്രമണം നടത്തുന്നത് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഗൗരവപൂർവ്വം തന്നെയാണ് ഉന്നയിക്കേണ്ടത്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ തരിഗാമിയെ പരാജയപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമിയും BJPയും കൈകോർത്തുകൊണ്ടാണ് അവിടെ നിലപാട് സ്വീകരിച്ചത്. ഇവിടെ കോൺഗ്രസും UDFും ലീഗും ജമാഅത്തെ ഇസ്ലാമുമായിട്ട് കൈകോർത്ത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ശക്തിയായ രാഷ്ട്രീയ ധാരണയാണ് മുന്നോട്ടേക്ക് വരുന്നത്. വലതുപക്ഷ ശക്തികൾ ഭീകരവാദത്തിനെതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ അവയെ പ്രോത്സാഹിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമുമായിട്ടുണ്ടാക്കുന്ന ബന്ധം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദൂരവ്യാപകമായ ഫലം ഉളവാക്കും എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് കാശ്മീർ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുക. ഇപ്പോൾ കാശ്മീർ പ്രശ്നത്തിൻ്റെ ഭാഗമായി വർഗീയ പ്രചരണം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാശ്മീരിയെയും ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള ജനത ഒറ്റക്കെട്ടായി ഭീകരവാദത്തിനെതിരായിട്ട് രംഗത്ത് വരേണ്ടതിൻ്റെ ആവശ്യം വളരെ പ്രധാനമാണ്. ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ നമുക്കാവണം. ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും മതവിഭാഗങ്ങളെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ കഴിയണം. എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്തുകൊണ്ടാണ്. ഈ വർഗീയതക്കും ഭീകരവാദത്തിനും മതമില്ല. മതം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എല്ലാ കാലത്തെയും ലോകത്തിൻ്റെ അനുഭവം. അതുകൊണ്ട് ആളുകളെ വളരെ വേഗം വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭീകരവാദികൾക്ക് യഥാർത്ഥത്തിൽ മതപരമായ കാഴ്ചപ്പാടല്ല, അന്ധമായ ഭീകര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിലപാടുകളാണ്. അതിനെ എതിർത്ത് പരാജയപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ പാർട്ടി എന്ന രീതിയിൽ തന്നെ
ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളിവിടെ 23-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ 2 അനുശോചന പ്രമേയങ്ങളാണ് ഞങ്ങൾ അംഗീകരിച്ചത്. ഒന്ന്, ഈ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഇതിനിരയായ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള ആ കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ അനുശോചനം, അവരുടെ അനുശോചനം. മറ്റൊന്ന് മാർപ്പാപ്പയുടെ അനുശോചനം. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുന്നത് വിവിധ രീതിയിലുള്ള ശക്തിയായിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾ ഭീകരവാദത്തിനെതിരെ കേരളത്തിലും അങ്ങിങ്ങായിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏപ്രിൽ 29, 30 തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ ഏരിയകളിലും വൈകുന്നേരം ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വിപുലമായ രീതിയിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കണമെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയിൽ ഊന്നി ഭീകരവാദത്തിനെതിരായിട്ട് നിലകൊള്ളുമെന്ന മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സമീപനം ഉയർത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. എല്ലാവരുടെയും പിന്തുണ ഇതിനുണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്, RSS, BJP, സംഘപരിവാർ വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ല. കാരണം അവർ സ്വാതന്ത്ര്യ സമര പങ്കാളികളല്ല, RSS ഉൾപ്പെടെ. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം RSSനെ നിരോധിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു പട്ടേൽ. പട്ടേലിനെ BJPയുടെ ഭാഗമാക്കാനുള്ള ശ്രമം അവർ നടത്തി. കേരളത്തിൽ തന്നെ കരുണാകരനെ ഒപ്പം നിർത്താൻ പറ്റുമോ എന്നുള്ള ശ്രമം അജ്മലിയിലൂടെ BJP നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരെ BJPയുടെ ഭാഗമാക്കാനാണ് ശ്രമം. സർ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. പാലക്കാട് 1857 അദ്ദേഹം ജനിച്ചത്. 1934 അദ്ദേഹം നമ്മെ ബുദ്ധിപിടിക്കും. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാന ശക്തി പ്രാപിക്കുന്ന ഘട്ടമാകുമ്പോഴേക്ക് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. 1894 ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടൊരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ചേറ്റൂർ ശങ്കരൻ നായർ. അതിനു മുമ്പും അതിന് ശേഷവും വേറെ ആരും കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് കേരളത്തിൽ നിന്നുണ്ടായിരുന്നു, മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രമുഖ അഭിഭാഷകൻ എന്ന രീതിയിൽ ചെന്നൈയിലാണ്, അന്ന് മദ്രാസ്, ഇവിടെയുള്ള പാലക്കാട് വിദ്യാഭ്യാസം കഴിഞ്ഞ് അവിടെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയും ആ സന്ദർഭത്തിലാണ് കോൺഗ്രസുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടത്, സജീവ നേതാവായിട്ട് മാറിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റായി. ഗാന്ധിജിയുടെ നിലപാടിനെ ഉൾപ്പെടെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരുന്ന പല സമീപനങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് 1919 വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അതിശക്തിയായ രീതിയിലുള്ള നിയമയുദ്ധം നടത്തി. ഡയറിനെതിരായിട്ടുള്ള കേസ് അദ്ദേഹം ബ്രിട്ടനിൽ പോയിട്ടാണ് വാദിച്ചത്. 5.5 ആഴ്ച നീണ്ടുനിന്ന വാദം. അവസാനം 12 ജഡ്ജിമാരിൽ ഒരാൾ ഒഴിച്ച് ബാക്കി 11 പേരും യോജിച്ച് ഇദ്ദേഹത്തെ ശിക്ഷിച്ചു. അന്ന് $500 കോടതി ചെലവുമായി പിഴ. മാപ്പ് പറഞ്ഞാൽ രക്ഷപ്പെടാം എന്നൊന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചേറ്റൂർ ശങ്കരൻ നായർ മാപ്പ് പറയാൻ തയ്യാറായില്ല, പിഴയടച്ച് തിരിച്ചു വരികയും. ആ കേസ് തോറ്റെങ്കിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ലോകത്ത് തന്നെ ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാലിയൻ വാലാബാഗ് പോലുള്ള സംഭവങ്ങളുടെ ക്രൂരമായ അവസ്ഥ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്.
ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു ചരിത്രമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത്. ഒരു സിനിമ വന്നത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെ അനുസ്മരണ സമ്മേളനം നടത്താൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ സാധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ട് നരേന്ദ്രമോദി ആ സിനിമയെപ്പറ്റി പരാമർശിച്ച ഉടനെ തന്നെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരാളുണ്ട് എന്നും BJPക്കാർക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരാളെ നമുക്ക് തട്ടിയെടുക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യ സമര പോരാളികളില്ലാതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാളെ ചേറ്റൂർ ശങ്കരൻ നായർ നമുക്ക് നമ്മുടേതാക്കി മാറ്റാമെന്ന് RSകാർ തീരുമാനിച്ചു. ഇതിനിടെയാണ് അനുസ്മരണ ദിനം. അന്ന് BJPക്കാർ രാവിലെ പോയി, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ പോയി. പരിഹാസ്യമായ ഒരു അവസ്ഥയാണ്. കോൺഗ്രസ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിലനിന്ന് പോരാടിയ ലോകപ്രശസ്തനായ മലയാളിയായ ശങ്കരൻ നായരെ പോലും മറക്കുന്നു, ഇത്രയും കാലം മറന്നിരിക്കുന്നു. അവിടേക്ക് ആ സ്പേസിൽ കടക്കാൻ BJP അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ള പരിഹാസ്യമായൊരു ചിത്രമാണ് ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ജാലിയൻവാലാ ബാഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ ലോകോത്തരമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കടന്നാക്രമണത്തിൻ്റെ രീതി ഡയറിൻ്റെ സമീപനം ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് കേസ് നടത്തി ആ കേസിൻ്റെ ഭാഗമായിട്ട് പിഴയടച്ച് അതിനെ തുടർന്ന് വീണ്ടും ശക്തമത്തായ രീതിയിൽ മുന്നോട്ടേക്ക് പോയി. കോൺഗ്രസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ പ്രസിഡൻ്റായി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവിനെ പോലെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസ്സിന്, ഇന്ത്യയിലെ കോൺഗ്രസ് സാധിക്കേണ്ടതാണ്, കേരളത്തിലെ കോൺഗ്രസ്സിന് പോലും മലയാളിയാണല്ലോ അദ്ദേഹം, സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് BJP, വേറൊരു ഭാഗത്ത് കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിട്ടുണ്ട്. BJPക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഒരവകാശമില്ലാത്ത ഒരു കാര്യത്തിൻ്റെ മേലെ കോൺഗ്രസ്സുകാർ മറന്നുപോയ അവരുടെ ദേശീയ രാഷ്ട്രീയത്തിലെ സമുന്നതനായ നേതാവിനെ ഓർമ്മിക്കാൻ അവർ ഇപ്പോഴെങ്കിലും തയ്യാറായി എന്നുള്ളത് ശരി. പക്ഷേ ഇതാണ് കോൺഗ്രസിൻ്റെയും ഒരു അവസ്ഥ എന്ന കാര്യം കൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു. രാഷ്ട്രീയം കൃത്യമായിട്ട് എല്ലാ സന്ദർഭത്തിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ഇത് പ്രത്യേകതയുള്ളതുകൊണ്ട് മാത്രം ചർച്ച ചെയ്യും. അല്ല, പത്മകുമാറിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് അവിടെ പാർട്ടി സെക്രട്ടറി തിരഞ്ഞെടുത്തത്. തെറ്റായ സമീപനങ്ങളെ സംബന്ധിച്ച് പാർട്ടി സംഘടനാപരമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇല്ല, ഈ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി പരിശോധിക്കുന്നില്ല. ഇതിൽ വേറെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉന്നമിച്ചുകൊണ്ടാണ് എല്ലാം. ഞങ്ങൾക്ക് ബൂത്തടിസ്ഥാനത്തിലുള്ള സംവിധാനം വളരെ സജീവമായിട്ട് നിലവിലുണ്ടല്ലോ. ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇങ്ങോട്ട് ഏറ്റവും ശക്തിയായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉത്കണ്ഠയില്ല. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്നത്തെ നില. ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. നാളെ തീരുമാനം. ഇന്നൊന്നുമല്ല, മുമ്പേ ഒരു വിഷയമില്ല. നിങ്ങൾക്കുള്ള വിഷയം നിങ്ങൾ കൊണ്ടാണെന്നുള്ളതാണ്. ഞങ്ങൾക്കതിൽ അതൊരു വിഷയം ആയിട്ടില്ല. കുഴപ്പമില്ല. പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഒരു ദിവസം ഇല്ലാതെ കൊണ്ടുകൊണ്ട് എന്ത് സംഭവിക്കാനാണ്? അതെല്ലാം ഒരു സംവിധാനം അങ്ങനെ രൂപപ്പെട്ട് നടന്ന് മുന്നോട്ടേക്ക് പോകില്ലേ, തീരുള്ളൂ. അതിൻ്റെ ചുമതലയെല്ലാം അടുത്ത ആളുകൾ വർക്കിന് വരുന്നുണ്ട്. അതായത് ചോദിച്ചത് മോഡലൊന്നും ഒരു മോഡൽ വേറൊരു മോഡലാവില്ല. ഒരു മോഡൽ പാലക്കാട് മോഡൽ ഇനിയിപ്പോൾ വേറെ വരുന്നുണ്ടെങ്കിൽ ആ മോഡൽ, ഇനിയിപ്പോൾ നിലമ്പൂർ മോഡൽ അങ്ങനെ ഓരോ മോഡൽ പുതിയത് തന്നെ ഉണ്ടാവാൻ സാധിക്കും. പുതിയ മോഡലായിരിക്കും. തിരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്നു, അത് അവർ തീരുമാനിക്കട്ടെ. ഇലക്ഷൻ കമ്മീഷനാണല്ലോ പ്രഖ്യാപിക്കേണ്ടത്. നമുക്കതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. കാശ്മീരിൽ പ്രത്യാഘാതത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് അവർ ചെയ്യേണ്ട കാര്യം. നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ.
ഇങ്ങനെ ഉണ്ടാവാനിടയുണ്ട്. എന്നാൽ അങ്ങനെയായി പോകുന്ന ചോദിക്കുന്ന ചോദ്യം തന്നെ ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ, വരട്ടെ, മൂർത്തമായ സാഹചര്യം വരട്ടെ, അപ്പോൾ നമ്മൾ അറിയിക്കാം. നിങ്ങൾ ഒരു തരത്തിലുള്ള ബേജാറും ഉണ്ടാവേണ്ട. ഞാൻ നല്ല പോലെ അറിയിക്കും. കൃത്യമായ സാഹചര്യം വന്നാൽ അപ്പോൾ കൃത്യമായിട്ട് അറിയും. ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ പറ്റി ഇന്നേവരെ പറഞ്ഞിട്ടോ അതിൻ്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ആരെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ പറ്റി. അവർക്കിടയിലാണ്, വളയത്തിലാണ് പട. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ കാണാം. നല്ല വിജയപ്രതീക്ഷയാണ്. അവർക്കൊരു പ്രതീക്ഷയില്ല. അവരുടെ പ്രതീക്ഷയില്ല, വിട്ടുപോയി. അവിടെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നിലമ്പൂർ ഞങ്ങൾക്ക് ഈ അൻവർ ഇവിടെ പോകുന്ന ഇത് പറഞ്ഞു. ഞാൻ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളോട് തന്നെ 100 പ്രാവശ്യമായി പറയുന്നത് അൻവർ UDF കേരളത്തിലെ പൊളിറ്റിക്സിൽ 2 ഭാഗമുണ്ട്. ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF. അതിൻ്റെ ഇടയിൽ നിന്നിട്ട് എന്ത് തൃണമൂൽ കോൺഗ്രസ്, എന്ത് DMK, ഒന്നുമില്ല. ഇവിടെ ഉള്ളത് ഇതേ ഉള്ളൂ. ഒന്നുകിൽ LDFിൻ്റെ ഭാഗമായി നിൽക്കുക, അല്ലെങ്കിൽ UDFിൻ്റെ ഭാഗമായി നിൽക്കുക. LDFിൻ്റെ ഭാഗമായിട്ട് വിട്ടതിന് ശേഷം പിന്നെ അയാൾ UDFിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ അപ്പോഴേ വിട്ടു. ഞങ്ങൾക്കതിൽ വിവാദം പ്രശ്നമില്ല. അയാൾ വിളിച്ചായിരുന്നു നേരെ പോകുന്നത് ഞങ്ങൾ നോക്കേണ്ട കാര്യം. ഞങ്ങളുടെ ഒരു പാർട്ടി മെമ്പർ പോലും അൻവറിൻ്റെ ഒപ്പം പോയിട്ടു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.